ഹലോ ഗായ്സ്, വെൽക്കം ടു മെനി വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വേറൊരു ഗെയിം തന്നെയല്ലേ, FC മൊബൈൽ തന്നെയാണ് കളിക്കുന്നത്. മാത്രമല്ല ഗൈസ്, ഞാൻ നമ്മുടെ വീഡിയോ ഇടാൻ ഒത്തിരി ലോങ് ആയിപ്പോയി. കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിനെ പരിചയപ്പെടുത്താനുണ്ട്. കുറേ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ആഫ്റ്റർ ഡേ ബ്രേക്ക് എന്ന് വന്ന് നമ്മുടെ മൈറ്റി വിൻഡർ കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഡേ ബ്രേക്ക് എന്ന് വന്ന ഒരു റാഗ്നാറോക്കിൻ്റെ ഒരു ഇവൻറ്റും കൂടെ വന്നായിരുന്നു ഗൈസ്. ഒരു പിങ്ക് കളറിലെ ജൂഡ് വെല്ലിംഗത്തിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മുടെ ക്യാപ്റ്റൻസ് എന്ന് പറഞ്ഞ് പുത്തനൊരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത് നമ്മുടെ ടീമിനെ പറ്റിയാണ്. നമ്മുടെ ടീം ഇപ്പോൾ എനിക്ക് പറയാം ഗൈസ് 110 OVR ആയിട്ടുണ്ട്. അപ്പോൾ ഇതല്ല ഗൈസ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ടീമിലുള്ള നോക്കിയ ഗൈസ്, നമ്മുടെ ചാലഞ്ച് കൊണ്ട് നിന്ന് കുറേ ആൾക്കാരെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ ഇവനെ എടുത്തു. ഇതുണ്ട് ഗൈസ്, ഒലിവർ ഖാൻ എന്ന് പറഞ്ഞ മറ്റേ GK അല്ലേ ഗൈസ്, ആ GK എടുത്തു എന്ന് പറഞ്ഞ് ഇവനെ എടുത്തു. എല്ലാം 100 തന്നെയാണ്. പിന്നെ ഡൂഡങ്ക എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ എടുത്തു. പിന്നെ ഇവനെ ഞാൻ ഒന്നും റാങ്ക് അപ്പ് ചെയ്യാത്ത എന്താണ് നമ്മുടെ എക്സ്ട്രാ ടൈമിൽ ടോക്കൺ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവിടുന്ന് കൊടുത്ത് ഇവനെ എടുത്താണ്. ഒന്നും റാങ്ക് അപ്പ് ചെയ്യാത്ത നമുക്ക് CDM അവന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവനെ എക്സ്ട്രാ ടൈമിൽ കിട്ടിയാണ് ഒന്ന് റാങ്ക് അപ്പ് ചെയ്തത്. നമ്മുടെ വാർഡിയെ പിന്നെ നമ്മൾ 109 ആക്കിയിട്ടുണ്ട്. അത് ഒരു മാസ്കറാണ് വെച്ചിട്ട് ഗൈസ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവനാണ് ഗോൾ എടുത്ത് വെച്ചേക്കുന്നത്. ചുമ്മാ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് ഗൈസ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അപ്ഡേറ്റ് എനിക്ക് പറയാനുള്ളത് നമുക്കിപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അപ്ഡേറ്റിൻ്റെ കാര്യം എനിക്ക് പറയാനുണ്ട് ഗൈസ്. ഞങ്ങളോട് നമ്മളിവിടെ ഇതുണ്ടാണ് നമ്മുടെ പ്ലേയിൽ ഇവിടെ നോക്കുവാണെങ്കിൽ കാണിച്ചു തരാം. ഇതുണ്ട് നോക്ക്, 111ൻ്റെ പുതിയ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാർഡ് അവർ ഇറക്കിയിട്ടുണ്ട് ഗേസ്. അത് നമ്മുടെ ലെഫ്റ്റ് വിങ്, അതുപോലെ നമ്മുടെ ക്രൂയിഫ്, മെസ്സി, ഗിരാഡ്, മാത്യൂസ്, ബ്രൂണോ ഫെർണാണ്ടസ്, രാമ, വാൻ ഡൈക്ക്, മൾഡിനി, ബഫൺ, സാനറ്റി, ഇങ്ങനെ കുറേ ആൾക്കാരിൽ ഒരാളെ നമുക്ക് കിട്ടും ഗേസ്. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുക. ചിലപ്പോൾ ക്രൂയിഫ് ആയിരിക്കാം, മെസ്സി ആയിരിക്കാം, ഭാഗ്യമുണ്ട് റൊണാൾഡോ ആയിരിക്കാം. എനിക്ക് വേണ്ടത് ഗേസ് റൊണാൾഡോയാണ്. ഇത് കണ്ടോ, ക്യാപ്റ്റൻസ് ഗ്രേറ്റസ്റ്റ് പ്ലെയർ. നമ്മുടെ ഈ ക്യാപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ അപ്ഡേറ്റിൽ ഒരു പ്ലെയറിനെ വേണമെന്നാണ് തോന്നുന്നത്. അതും പിന്നെ ഇത്രയും ഷാർജും വേണം. ഒരെണ്ണമാണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ ഗൈസ്. എന്നാൽ നമുക്ക് ഈ വീഡിയോ തന്നെ എടുക്കാൻ നോക്കാം. പ്ലേയേഴ്സിനെ നമുക്ക് നോക്കാം. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് പറയാൻ ഞാനൊരു കാര്യം പറഞ്ഞു പോയി. നമ്മുടെ ഫുട്ബോൾ സെൻറ്ററിൽ നിന്ന് ഫ്രീ ആയിട്ട് 100 പ്ലേ കളിച്ച് കഴിഞ്ഞാൽ 103യുടെ ഒന്നും റാങ്ക് അപ്പ് ചെയ്യാത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനത് 105 ആക്കിയിട്ടുണ്ട്. നമ്മുടെ ടീം എടുത്ത് വെച്ചപ്പോൾ OVR കുറവാണ്, അതുകൊണ്ട് ഞാൻ വെച്ചില്ല, സബിലും വെച്ചില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇപ്പം എൻ്റെ കയ്യിൽ 1000 ഇല്ലടാ. ഇത്രയും വെച്ചിട്ട് ഒരു പ്ലെയറിനെ വാങ്ങിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഈ ഇവൻ്റ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ചേഞ്ച് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ശവശങ്കോ പോയിട്ടില്ല, സംബ്രോട്ടം, പിന്നെ വേറൊരാളും വന്നിട്ടുണ്ട്. ഇത് എൻ്റെ ഇപ്പം എൻ്റെ 45 ലീഗ് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. എത്രയാണ് കുറച്ചുകൂടെ കിട്ടുവാണെങ്കിൽ നമ്മൾ ശവശങ്ക വാങ്ങിക്കുന്നുള്ളൂ. അത് സംബ്രോട്ടനെ വാങ്ങിക്കണം. സംബ്രോട്ട റൈറ്റ് ബാക്കാണ്, നമുക്ക് വേണ്ട ഇപ്പോൾ സ്ട്രൈക്കറാണ്. അപ്പം നമുക്ക് ശവശങ്കോനെ മതി. അതൊക്കെ ഞാവട്ട് കേസ് എന്നിട്ട് നമുക്ക് വാങ്ങിക്കാം. അപ്പം ഇനി നമുക്ക് ജിംസാണ് ഗൈസ് അത്യാവശ്യം. അപ്പം ഞാൻ നോക്കട്ടെ, ലോഡാവുന്നുള്ളൂ. നമുക്ക് തിരിച്ച് പോവാം. ഇവിടെ 10 ക്ലാം നടപ്പുണ്ട്. ഓക്കെ, ഇവിടെ ജിംസ്. ഡിയാസ് 103യുടെ. എടാ എനിക്ക് ജിംസ് എവിടെ നിന്നെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ? ജിംസ് കിട്ടാനൊരു വഴിയില്ലെന്ന് തോന്നുന്നു.
നമുക്ക് ഇവിടുന്ന് കിട്ടിയതെന്നാണ് പ്ലെയറിന്. അത് ക്ലെയിം ചെയ്യണ്ടേ? അത് ഞാൻ ക്ലെയിം ചെയ്തോടാ, നോക്കട്ടെ. ചെയ്തല്ലോ. ഇത് ക്ലെയിം ചെയ്യാനുണ്ട്. 300 ജിംസ് ചെയ്യാൻ നോക്കട്ടെ. ഒരു മിനിറ്റ്. നമുക്കിതിനകത്ത് ഈ ഗെയിം കളിക്കാനുണ്ട് കേട്ടോ. എന്താടാ നീല കളറിൽ? നമുക്കതൊന്ന് നോക്കണം. ഇതെന്താണ് നീല കളറിലെ? മറ്റേ ക്യാപ്റ്റൻസിൻ്റെ ഷാഡായിരിക്കും. ആർക്കറിയാം ഗെയ്സ്. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ അത്യാവശ്യം ഇതാണ് ജിംസ് ഒപ്പിക്കാനൊരു വഴി. അത്ര അടിയിലോട്ട് പോകാനോ പറ്റുമോ? അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് കത്ത്. അന്നേരം തന്നെ എനിക്ക് പോടാ പോയി 28 വീണ്. ഞാൻ പറഞ്ഞില്ലേ ഷാർജാണ്. അതൊക്കെ ഇവിടെ. അപ്പം നമുക്കിനി ഞാൻ നോക്കട്ടെ ഗേസ്, നമുക്ക് ഒരു ബാക്ക് എടുക്കാൻ പറ്റുമോ? ഒരു 1000ൻ്റെ ഏതെങ്കിലും ഈ ക്യാപ്റ്റൻസ് ഈവൻ്റ് എടുത്താൽ കിട്ടുമോയെന്നറിയാനാണ്. ഇതെന്താണ് സെല്ലറിലൊന്നുമില്ല, ടോപ്പ് ഈവൻ്റിൽ ഇതേതാണ് ഈവൻ്റ്? ക്യാപ്റ്റൻസ് ആണോ? ഇതേതാണ് ഈവൻ്റ്? എനിക്കറിയത്തില്ല. ക്യാപ്റ്റൻസ് ഇത് വേറെ ഏതാണെന്ന് തോന്നുന്നു. ക്യാപ്റ്റൻസിൻ്റെ ഇല്ലടേ. ക്യാപ്റ്റൻസിൻ്റെ 1000 ഉണ്ടോ നോക്കട്ടെ. ഇല്ലടാ. അപ്പോൾ അതൊന്നുമില്ല. എക്സ്ചേഞ്ചിൽ അവിടെന്താ? അപ്പം നമുക്ക് ജിംസ് ഇനിയും വേണം. എന്താണ് ഗയ്സ് വഴി? അത് പിന്നെ ക്ലെയിം ചെയ്യാം. നമുക്ക് ജിംസ് ഉണ്ടാക്കാൻ ജിംസ് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ. ചാലഞ്ച് കൂടെ എന്തെങ്കിലും വന്ന് കാണും നോക്കാം. ഡെയിലി ചാലഞ്ച്, അൺലിമിറ്റഡ് ചാലഞ്ച്. ഞാനെപ്പോഴും കംപ്ലീറ്റ് ചെയ്ത് എനിക്കത് ഇത് 100 ജിമ്മാണ്. 100 ജിമ്മല്ല നമുക്ക് വേണ്ട. ക്രോണിക്കിളിൽ നിന്ന് വല്ലതും കിട്ടും നോക്കട്ടെ കേസ്. ഞാൻ അതുപോലെ നമ്മുടെ പുതിയ സ്ലാട്ടൻ ക്രോണിക്കിൾ വന്നായിരുന്നു. നേരത്തെ വന്നതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്ലാട്ടൻ ക്രോണിക്കിൾ ചാപ്റ്റർ 1 ഫുള്ള് തീർത്തു. അതിന് ഒരു 170 ഇബ്രാഹിമിനെ കിട്ടി. വെച്ചു കേസ്. ഒരു ഇതുമില്ല. നമ്മുടെ OVR കുറേ നല്ലത്. അതുകൊണ്ട് ഞാൻ എൻ്റെ തന്നേരം തന്നെ എക്സ്ചേഞ്ച് ചെയ്തു. എല്ലാം റാങ്കപ്പ് ചെയ്താണ് എനിക്ക് കിട്ടിയത്. എന്നെ വെച്ചിട്ട് എന്താണ് കേസ് കാര്യം? ഐക്കോണിക് മൂവ്മെൻ്റാണ്. ഞാനിത് കണ്ടാണ് കേസ് മാച്ച്. ഇപ്പോൾ ജിംസ് കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എടാ ഒരു മാസ്കറാണ് കിട്ടും. 10,000 എടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ്. എന്തെങ്കിലും ഒരു 2 മാസ്കറാനും കൂടെ, ഒരു 3 മാസ്കറാനും കൂടെ നമുക്ക് കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. ആരെങ്കിലുമൊക്കെ റാങ്ക് ചെയ്യുമായിരുന്നു.
ഫുള്ള് പൈസയേ ഉള്ളടാ, ജിമ്മൊന്നുമില്ല. ഒരു 150 ഉണ്ട്. 150 നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലടാ. 150 എന്തിനാണ്? ഓ, ഇതിനകത്ത് ചെന്ന് നോക്കിയിട്ട് കാര്യമില്ലേ? എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പം നമുക്ക് ഏത് കളിക്കണമെന്ന്. നമുക്ക് ഇന്ന് നമ്മളെ ഒരു ഹെഡ് ടു ഹെഡ് കളിക്കാം. ഓക്കെ, നമ്മുടെ ക്യാപ്റ്റൻസിലെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ആദ്യം ലോങ് ആക്കുന്നില്ല. ഇത് കണ്ടോ, ഹോമർ അറ്റാക്ക് 34. എന്തുവാടാ, കൂടിപ്പോയല്ലോ 100ന് മേളിയല്ലേ. ഡ്രൈവറൊക്കെ ഉണ്ട് കേട്ടോ. ഹോമർ ഓവിയർ നോക്കാൻ മറന്നു. അതുകൊണ്ട് എനിക്ക് ഈ സ്റ്റിക്കർ കിട്ടി ഫ്ലാറ്റിൻ്റെ. ഭയങ്കര പാടാൻ തോന്നുന്നു. നമ്മൾ ഓവിയർ പറയാം, പക്ഷെ മുന്നേ പാടാം. സ്റ്റിക്കറൊക്കെ കഴിക്കാം. പിന്നെ അടുത്ത വീഡിയോ വരാൻ കുറേ ലോങ് എടുക്കും കേട്ടോ. നമ്മുടെ ഓണമൊക്കെ ഇനിയിപ്പോൾ വരികയാണ്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എങ്ങും വീഡിയോ ഇപ്പോഴെങ്ങും ഇനിയിപ്പോൾ വീഡിയോ കാണത്തില്ല. ഇനി നമ്മളൊരു 5-6 ഒരാഴ്ച ആയിരിക്കാം. ഒരാഴ്ച വരെ പോകത്തില്ലായിരിക്കാം. ഓണമായതുകൊണ്ട് നമ്മൾ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഓണത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്പെഷ്യൽ വീഡിയോ ഇടണം. അതിട്ടേ പറ്റത്തുള്ളൂ. എന്തൊരു ഫെസ്റ്റിവൽ അല്ലേ. നമ്മുടെയാണോ ഫൗൾ? അതോ അമ്മാടെ? ഓഫ് സൈഡ്. ഓക്കെ. ഒരു ഗോളും കൂടെ നമ്മൾ സേഫ് അടിക്കുകയാണെങ്കിൽ ഹാത്രിക് ആവും കേട്ടോ. എന്തുവാടേ ഇത്? ഞാൻ നോക്കിയ സ്റ്റാക്കായിട്ട് 2 കൂടെ കിടക്കുന്നു. ഈടാ, സീസ്കോ ഇപ്പോൾ ഹാത്രിക് അടിക്കും. നിങ്ങൾ കണ്ടോ ഗൈസ്, ഈ മാച്ച് നമ്മൾ സീസ്കോ ഹാത്രിക് അടിച്ചിരിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. നമ്മൾ കാണിച്ചു തരാം. ആരെങ്കിലും നിർത്താനാണല്ലോ നമ്മുടെ ആരെയും മാറ്റണ്ട. അയ്യോ, ഇത് മാറ്റി. അടിക്കടാ. സാനറ്റിയൊക്കെ ഉണ്ട്. ഇപ്പം അമ്മരൊരു ഗോൾ അടിച്ച പണി പാടും. പെനാൽറ്റി. അപ്പോൾ 1-2.
അവിടെ ഞാൻ അത് മറ്റേ സൈഡിലോട്ട് തട്ടിക്കളയായിരുന്നു. എന്തോ നമ്മൾ മാസ്കറാനൊക്കെ ഉണ്ട് കേട്ടോ അറിയുന്നു. പക്ഷെ നമ്മൾ സത്യത്തിൽ മാസ്കറാന എടുക്കുന്ന റാങ്കപ്പ് ചെയ്യാനാണ്. പിന്നെ പണ്ട് നമുക്ക് ആരും ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ വെച്ചായിരുന്നു. അതൊക്കെ പണ്ട് കാലത്ത്. ഇപ്പം നമ്മുടെ ആയി ഫുള്ള് 100, 8, 9, 10, 11, 12, 13 ഇല്ല, 13 വരുത്തും ഞാൻ ഗൈസ്. എടാ ഞാൻ വെച്ച് എടാ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് നടക്കും തോന്നില്ല. സീസ്കോ ഹാത്രി ചെയ്യുന്നുള്ള നടക്കുമല്ലോ. എങ്ങാനും ഹാത്രിക്ക് അടിച്ചാൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്ത് പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞാൽ അത് വാക്കാണ് ഗൈസ്. സീസ്കോ ഹാത്രിക്ക് അടിക്കുമെന്ന് പറഞ്ഞാൽ ഹാത്രിക്ക് അടിച്ചിരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ക്യാപ്റ്റൻസ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നാളെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എടാ ഞാനവന് പാസ് കൊടുത്ത് എത്തിയില്ല. അയ്യോ ഒരു ഗോൾ അമ്മരെ അടുപ്പിക്കില്ലേ പോടാ. ഫൈബർ തന്നെ അടിച്ചു. കുഴപ്പമില്ല നമുക്ക് 3 ഗോളുണ്ടല്ലോ. പക്ഷെ അതിൻ്റെ പകയൊന്ന് തീർക്കാൻ വേണ്ടി ഒരു കൊതി. ഇപ്പം നമുക്ക് അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളിവിടെ വെച്ച് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇപ്പോഴെങ്ങും വരത്തില്ല, എന്നാലും നല്ല സന്തോഷ വാർത്തയായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഞാൻ മറന്നുപോയി, ഇവിടെ കുറേ ഒരുപാട് കിടപ്പുണ്ടില്ലേ. എൻ്റെ ഒരു പ്ലെയറിനെ കിട്ടി, ചുമ്മാ എന്താണ്ടൊക്കെ കിട്ടി. പിന്നെ ഒരു പ്ലെയറിനെ കിട്ടിയില്ല. ഇതെങ്കിലും ഒരു പ്ലെയർ, യെസ്, ആ പ്ലെയറിനെ തന്നെ കിട്ടിയത്. ചുമ്മാ എന്തിനാണ്, അവരെ തന്നെ ആയിരുന്നു, വേറെ ആരെങ്കിലും തന്നെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിലും ഉണ്ട് കേട്ടോ, നമ്മുടെ വേഴ്സ സെറ്റാക്കിലുണ്ട്. ഇത് ഡിക്കോഡുണ്ട്. അപ്പോൾ നമ്മുടെ വേഴ്സ സെറ്റാക്കിലുണ്ട് റിവാർഡ് ക്ലെയിം ചെയ്യാൻ. ഇതിൻ്റെ കാര്യം ഞാൻ മറന്നു വേണം. ഓക്കെ മറ്റേ യെസ് ക്ലാൻ ഏതൊരു ക്യാപ്റ്റൻ്റെ പ്ലെയറുണ്ട്. ഇത് 10 എണ്ണം ഉണ്ടാ, മറ്റേ നമുക്ക് 6 എണ്ണം ഉള്ളായിരുന്നു. ഇത് 10 എണ്ണം ഉണ്ട്. ഇവിടെ മോനെ സീന്. അപ്പോൾ കുറേ പ്ലെയേഴ്സിനെ കിട്ടും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് ഒരു പ്ലെയറിനെ കിട്ടുന്നത് 28 മില്യൺ ഗൈസ്. ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് വീഡിയോ തുടങ്ങുന്ന വീഡിയോ സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ആയിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് നമ്മൾ. ഇപ്പോൾ വേറെ കിട്ടി റിവാർഡെല്ലാം ക്ലെയിം ആയിട്ട്. ഇനിയും കുറേ കിടക്കും. ഇനി ഒരു പ്ലെയറിനെ കൂടെ കിട്ടത്തുള്ളൂ, 2 പേരെ കിട്ടത്തില്ല, ഇനി ഒരാളെ കിട്ടത്തുള്ളൂ. എനിക്കറിയാം ഗൈസ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ സംശയം ഉണ്ടാകും. ഒരു പ്ലെയറിനെയും കിട്ടത്തില്ല, ഒരു പ്ലെയറിനെങ്കിലും കിട്ടാറുണ്ട്. എടാ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ഇത് കിട്ടിയ 105ൻ്റെ. അപ്പോൾ നമുക്ക് ഇവനെ വെച്ചിട്ട് ഒരു കാര്യമില്ല.
നമ്മളിവരെ വെച്ചിട്ട് എന്തോ ചെയ്യണം പറ ഗൈസ്. നേരെ എക്സ്ചേഞ്ചിൽ പോവാ, ഇതെടുക്ക. ദേണ്ട് കന്ന് കിടക്കുന്നു. ദേണ്ട് ഗൈസ്. എല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ 6000 ടോക്കൺ. ഇമാർക്കെല്ലാം 1000 വെച്ചാണ് കിട്ടുന്നത്. ഇതിലോ 10 50. ഇത് നമുക്ക് വേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പുതിയ എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അടുത്ത വീഡിയോയിൽ എന്താണ് നമ്മൾ കുറച്ചും കൂടെ പ്ലേസിനെ കിട്ടുവാണെങ്കിൽ നമ്മൾ അന്നേരത്തേക്ക് അടുത്ത വീഡിയോ വരുമ്പോൾ കുറച്ചുകൂടെ പ്ലേസിനെ ഉണ്ടാക്കും. എന്നിട്ടൊരു 4000 മറ്റേ ലീഗ് ടോക്കൺ, ഈ ലീഗല്ലല്ലോ നമ്മുടെ എക്സ്ട്രാ ടൈമിൽ ടോക്കണും കൂടെ എടുക്കും. എന്നിട്ട് ഇവരെ എല്ലാവരും കൂടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും ഗൈസ്. എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ എക്സ്ട്രാ ടൈമിൽ നിന്ന് ഒരു നല്ല ആളെ പോയി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ വെച്ച് അതിൻ്റെ പേണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് കാണാം. പീസ് ഔട്ട്.